ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ ഒരു കഥ കേൾക്കാം. ഒരിക്കലൊരു തിരക്കേറിയ പട്ടണത്തിൽ അവിശ്വസനീയമായ ശക്തിയും ഗാംഭീര്യ സാന്നിധ്യത്തിനും പേരുകേട്ട ഒരു ആനയുണ്ടായിരുന്നു. ആ ആനയെ പരിപാലിച്ച പാപ്പാൻ ആ മഹത്തായ ജീവിയുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു. യുദ്ധത്തിലെ വെല്ലുവിളികളെ ഒരുമിച്ച് തരണം ചെയ്ത പാപ്പാനും ആനയും വേർപിരിയാനാവാത്ത വിധം കൂട്ടാളികളായി മാറി. ഒരു ദിവസം പാപ്പാന്റെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായി. അതായത് ആനയെ ട്രക്കിൽ കയറ്റേണ്ട ഒരു പ്രധാന ജോലി ഉണ്ടായിരുന്നു. അതെത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പാപ്പാന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ചുറ്റിലുമുണ്ടായിരുന്ന മറ്റു പാപ്പന്മാരുടെ സമമായ പ്രേരണയും പ്രോത്സാഹനം ഉണ്ടായിട്ടും ആനയ്ക്ക് പിൻകാലുയർത്താനും ട്രക്കിലേക്ക് കയറാനും ബുദ്ധിമുട്ടുണ്ടായി. ആനയ്ക്ക് മുമ്പോട്ടുള്ള ചുവടുവയ്ക്കാനുള്ള ആത്മവിശ്വാസമില്ലാതെ ആന മടിച്ചു നിന്നു. ശക്തനായ ആനയെ അഭിനയിപ്പിക്കാനുള്ള ശ്രമത്തിൽ ദുർബലനായി പോയ പാപ്പാന്റെ കാഴ്ച കണ്ട് അവിടെയുള്ള മറ്റു പാപ്പാന്മാരും ജനങ്ങളും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ളതായിരുന്നു ആനയും പാപ്പാനും തമ്മിലുള്ള ആത്മബന്ധം. എന്നാൽ ആനയുടെ ഭയം പാപ്പാൻ മനസ്സിലാക്കി. എന്നാൽ താൻ ആനയെ ചെറുതായി ഒന്ന് തള്ളിയാൽ പോലും എല്ലാ മാറ്റങ്ങളും വരുത്തുവാൻ കഴിയുമെന്ന് പാപ്പാൻ അറിയാമായിരുന്നു. അവരുടെ ബന്ധത്തിലുള്ള വലിയ വിശ്വാസത്താൽ അദ്ദേഹം മുന്നോട്ട് പോയി ആനയെ പതുക്കെ ട്രക്കിന് നേരെ തള്ളി. കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആന പാപ്പാന്റെ സ്പർശനത്തിന് വഴങ്ങി. ആന അതിന്റെ വലിയ ശരീരത്തിലൂടെ ആത്മവിശ്വാസത്തിന്റെ കുതിപ്പ് അനുഭവിച്ചു. ആന നിശ്ചയദാർഢ്യത്തോടെ പിൻകാലുയർത്തി ട്രക്കിലേക്ക് കയറി തന്റെ ഭയത്തെ കീഴടക്കി. പാപ്പാനും ആനയും തമ്മിലുള്ള അസാധാരണമായ വിശ്വാസത്തിനും ടീം വർക്കിനും സാക്ഷ്യം വഹിച്ച അവിടെയുള്ള ആളുകളുടെ ആർപ്പുവിളികൾ ചിരിയിൽ നിന്നും ആരാധനയിലേക്ക് മാറി. ഈ ലളിതമായ കഥ വലിയ സന്ദേശം നമുക്ക് നൽകുന്നു. ബന്ധങ്ങളുടെ ശക്തിക്ക് എല്ലാറ്റിനെയും മറികടക്കാൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ശക്തനും കഴിവുള്ളവരുമാണെന്ന് തോന്നിയാൽ പോലും നമുക്കൊരു പിന്തുണ ആവശ്യമുള്ള ഒരു സമയം വന്നേക്കാം. നമ്മളെ പരിഗണിക്കുന്ന ഒരാളിൽ നിന്ന് മുമ്പോട്ടേക്കുള്ള ഒരു സപ്പോർട്ട് ആവശ്യമായി വന്നേക്കാം. ചെറുതായി തള്ളിയത് കൊണ്ട് മാത്രം ആന മുമ്പോട്ട് നീങ്ങില്ല. അവരുടെ ബന്ധത്തിന്റെ ശക്തി അതാണ് ആനയെ മുമ്പോട്ട് കുതിക്കാൻ സഹായിച്ചത്. നിങ്ങളുടെ ഒരു ചെറിയ പിന്തുണ മറ്റുള്ളവർക്ക് പ്രോത്സാഹനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തീപ്പൊരിയായി മാറും. പാപ്പാനെയും ആനയെയും പോലുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. കാരണം അത് ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും വഴിയിൽ വരുന്ന വെല്ലുവിളികളെ കീഴടക്കാനും കഴിയും. പാപ്പാന്റെയും ആനയുടെയും സ്റ്റോറി പോലെ നിങ്ങളുടെ ചെറിയ സപ്പോർട്ട് ചാനലിനുണ്ടെങ്കിൽ അത് കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറി ചെയ്യാനുള്ള പ്രേരണയും പ്രോത്സാഹനവുമാണ്. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.